നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ്, തേർഡ് അവിടെയൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം, നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും, നമ്മളടക്കം എല്ലാവരും ഒരുപാട് ആൻസേഴ്സ് പറയുന്നുണ്ടാവും. പൈലറ്റ് ആവണം, കളക്ടർ ആവണം, പോലീസ് ആവണം, അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് നമ്മളൊരു ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത് ഒക്കെ എത്തിയപ്പോഴേക്കിനെ ഈ ആൻസേഴ്സിൻ്റെ കൗണ്ട് കുറഞ്ഞു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത്രയും വെറൈറ്റി അല്ലെങ്കിൽ അത്രയും നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് ആൻസേഴ്സ് കേട്ട സ്ഥലത്ത് നിന്ന് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വളരെ വിരലിലെണ്ണാവുന്ന ഡ്രീമുകളിലോട്ട് നമ്മുടെ ആൻസേഴ്സ് ചുരുങ്ങി വന്നിട്ടുണ്ടാവും. ഇതും കഴിഞ്ഞ് നമ്മളിനി ഹൈസ്കൂളിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് വീണ്ടും കുറയും. വെറും ഒരു ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ അങ്ങനെ 2-3 പ്രൊഫഷൻസിലോട്ട് മാത്രമായിട്ട് ഈ ആൻസേഴ്സ് എല്ലാം മാറും. ഇനി അത് കഴിഞ്ഞ് പ്ലസ് 1, പ്ലസ് 2 എത്തുമ്പോഴേക്കിനും വീണ്ടും ഇതിനെ കുറഞ്ഞ് വരിക ചെയ്യുന്നത്. അപ്പോൾ എന്താ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ഡ്രീം ഇല്ലാതാവുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇനി എനിക്ക് ഒന്നും ആവണ്ട, എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് വരികയാണോ സംഭവിക്കുന്നത്? ഇപ്പോൾ ഡോക്ടർ ആകണം എന്നൊരു സ്റ്റുഡൻറ്റ് ഒരു ആഗ്രഹം പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ആ ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അതോട് ഇംപ്രസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അവർക്കുള്ള പേഷ്യൻസ്, അദ്ദേഹത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അദ്ദേഹത്തിന് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഫ്ലുവൻസ്, ഇതെല്ലാം കണ്ടിട്ട് ഞാനൊരു ഡോക്ടറായി കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ, നമ്മളെപ്പോഴും ന്യൂസുകളിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു കളക്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പവറും കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ സൈറൺ വെച്ചിട്ടുള്ള വണ്ടികളും കൂടെ ഒരു ഗൺമാനും അങ്ങനെയുള്ള ആ ഒരു ഫുൾ സെറ്റപ്പ് കണ്ടിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിസ്ട്രിക്ട് കളക്ടർ ആവണം അല്ലെങ്കിൽ IAS വാങ്ങണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇനി പൈലറ്റ് ആവണം എന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. നമ്മളെല്ലാവരും ചെറിയ പ്രായം മുതൽ തന്നെ, വളരെ കുട്ടികളായിരിക്കുന്ന സമയം മുതൽ തന്നെ വളരെ ഫാൻറ്റസിയോട് കൂടി കാണുന്നൊരു സംഭവമാണ് എയറോപ്ലെയിൻ എന്നുള്ളത് അല്ലേ? ഇപ്പോൾ ഈവൻ നമ്മൾ വലിയ ആളുകളായാൽ പോലും ആകാശത്ത് കൂടെ ഒരു പ്ലെയിന് പോകുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? അതൊരു കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ അത്രയും ആളുകളെ വഹിച്ചുകൊണ്ട് ടെക്നോളജിയുടെ ഒരു മാസ്മരിക ഐറ്റമായിട്ടുള്ള എയറോപ്ലെയിനിൻ്റെ മുന്നിൽ ഇരുന്ന് കൊണ്ടൊരു പൈലറ്റ് ആയിക്കൊണ്ട് ഇത്രയും ആൾക്കാരെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് അത് പല ആളുകൾക്കും ഡ്രീമായിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ പ്രൊഫഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഡ്രീം എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിലോട്ട് അത് കയറാൻ ചില കാരണങ്ങൾ ഉണ്ടാവാം അല്ലേ? ചിലപ്പോൾ നമ്മൾ കണ്ട മൂവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കണ്ട ആളുകളായിരിക്കാം, ഇങ്ങനെ പല സിറ്റുവേഷൻസ് അതിന് റീസൺ ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ എത്ര ആളുകൾ ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടില്ലേ? ഇപ്പോൾ ഒരു ഡോക്ടറെ കേസ് തന്നെ എടുക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ കേസ് ആണെങ്കിൽ പോലും നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ആരെയാണ്? ഡോക്ടറിനെയാണ് അല്ലേ? ഡോക്ടർ പറയുന്ന ഒരു ആൻസറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അത്രയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും നമ്മുടെ മുന്നിൽ വളരെ വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ആ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ്റെ എല്ലാ സൈഡുകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു ജോബ് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മൾ കാണുന്നതെല്ലാം ഈ ഒരു MBBS എന്ന് പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ എത്താൻ എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ട്, ഇത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, റിയലൈസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നറിയാതെ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ അത് വാഹനങ്ങളെക്കുറിച്ച്, വണ്ടികളെക്കുറിച്ച് പഠിക്കാനുള്ള ബ്രാഞ്ചാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അത് ശരിക്കും അത് മാത്രമല്ല അതിൽ പഠിക്കുന്നത്, വേറെയും കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ പലപ്പോഴും എന്താണ് പ്രോപ്പറായിട്ട് അതിൻ്റെ അകത്തുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാതെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ഡ്രീമുകൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പോലും ഇത്തരത്തിലുള്ള ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ടായിരിക്കരുത് നിങ്ങളുടെ ഡ്രീം സെറ്റ് ചെയ്ത്. പകരം എന്തായിരിക്കണം? നിങ്ങൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നിങ്ങളൊരു ഡോക്ടർ ആവുകയാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുകയാണ്, പൈലറ്റ് ആവുകയാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ കൃത്യമായുള്ള ഐഡിയ വേണം എങ്ങനെ നിങ്ങൾക്ക് ആ പ്രൊഫഷനിൽ എത്തിച്ചേരാം, അതിന് എന്തൊക്കെ പഠിക്കേണ്ടി വരും, ആ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ആണോ? അത് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ ഫെയിലർ ആയി പോകും അല്ലേ? അത് എത്താൻ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെട്ടതാണോ? ഇനി നിങ്ങൾ ആ സബ്ജക്റ്റുകളൊക്കെ പഠിച്ച് അങ്ങോട്ടുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്ത് അവിടെ കോളേജുകളിൽ എത്തി പഠിച്ചിറങ്ങി കിട്ടാൻ പോകുന്ന ജോബുകൾ എങ്ങനെയുള്ളതായിരിക്കും, എങ്ങനെയുള്ള കമ്പനികളിൽ, എങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ, അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോബ് കിട്ടുക? ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ആ ജോബിൻ്റെ നേച്ചർ എന്തായിരിക്കും? ചില ആളുകൾക്ക് 9 to 5 എന്ന് പറയുന്ന സമയത്ത് മാത്രം വർക്ക് ചെയ്തിട്ട് ബാക്കി സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് വർക്ക് എത്ര സമയം ചെയ്താലും പ്രശ്നമില്ലാത്ത ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് അൺടൈംലിയുള്ള വർക്ക്, അതായത് ചിലപ്പോൾ വീക്കെൻഡ്സ് ഓഫ് വേണ്ടി വരും, വീക്കെൻഡ്സ് ഓഫ് ഇല്ലാത്ത വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഫുൾ പ്രാക്ടിക്കൽസ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും.
ഉണ്ടാവും. നിങ്ങളുടെ അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളുമായിട്ട് അലൈൻ ചെയ്യുന്നതായിരിക്കുമോ ആ വർക്കിൻ്റെ നേച്ചർ എന്നുള്ളത്. അടുത്തത് അതിന് കിട്ടുന്ന സാലറി എത്ര മാത്രം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ പാഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ബട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് ജീവിക്കാൻ വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ട ഒരു സാലറി നമുക്ക് കിട്ടണമല്ലോ. ആ സാലറി ആ പ്രൊഫഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ഡ്രീം സെറ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു ഡ്രീം നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിന് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ 100% അതിന് ഡെഡിക്കേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, റിയലൈസ് ചെയ്യുകയാണ് ഓക്കെ ഇതെനിക്ക് പറ്റില്ല, അടുത്തതിന് പോകും, അവിടെ പറ്റില്ല, അടുത്തിന് പോകും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം നമ്മൾ ഒരുപാട് പ്രൊഫഷനിൽ പോകും, ഒന്നിലും എവിടെയും എക്സൽ ചെയ്യാതെ പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഓരോ ജോബിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്, ഫ്രം A to Z. അതിൻ്റെ ഒരു സൈഡ് മാത്രമല്ല 360 ഡിഗ്രിയിൽ കംപ്ലീറ്റ് സൈഡുകൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ, ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ ലൈവിലൊക്കെ ഞാൻ എപ്പോഴും എഞ്ചിനീയറിങ്ങിൻ്റെ പല കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ബാസിൽ സാർ മെഡിക്കൽ ഫീൽഡിൽ ഒരു ഡോക്ടറായി എന്തൊക്കെ ചെയ്യണമെന്ന് പറയാറുണ്ടാവും. നിയാസ് സാർ അത് കുസാറ്റിൽ നിന്നുള്ള എക്സ്പീരിയൻസ്, അതുപോലെ സയൻസ് ഫീൽഡിൽ എന്തൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ടാവും. അതുപോലെ ഷഫീർ സാറും ലളിത മാമും എല്ലാവരും എന്ത് ചെയ്യാറുണ്ടാവും, അവരുടെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസസ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടി അത് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഡ്രീം സെറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഡ്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണ്, അങ്ങോട്ട് എത്താനുള്ള സ്ട്രോങ് ഫൗണ്ടേഷനും സ്ട്രോങ് ബേസും ആണ്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് വഴി നിങ്ങൾ ഓൾറെഡി അതിൽ കവർ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ മെജോറിറ്റി സ്റ്റുഡൻസും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തവരാണ്. അപ്പോൾ നമ്മുടെ ഹൈസ്കൂൾ മുതൽ എന്ത് ചെയ്യുകയാണ്, ഇത്തരത്തിൽ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സാധാരണ സ്റ്റുഡൻസിനെ പോലെയല്ല, ഒരുപാട് സ്റ്റുഡൻസ് എന്താണ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അറിയാതെ റാൻഡം ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുന്നത്, ഡ്രീം സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ എയിം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ട സയൻസും മാത്സും ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുള്ള സ്ട്രോങ് ഫൗണ്ടേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഒരിക്കലും ഹയർ സെക്കൻഡറിയിൽ വെച്ചിട്ടോ പ്ലസ് ടു ക്ലാസ്സുകൾ വെച്ചിട്ടോ എല്ലാം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡ്രീം സെറ്റ് ചെയ്യേണ്ടത് ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതലെങ്കിലും മിനിമം എന്ത് ചെയ്യണം, ഡ്രീം സെറ്റ് ചെയ്തുകൊണ്ട് അതിന് വർക്ക് ചെയ്ത് തുടങ്ങണം. ഡ്രീം സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനുള്ള വർക്കും എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അതിനുള്ള ഒരു കംപ്ലീറ്റ് എഫേർട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ മെജോറിറ്റി സ്റ്റുഡൻസും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഉള്ളവരായിരിക്കും. ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, നമ്മളൊരു നോർമൽ ട്യൂഷന് പോയിക്കൊണ്ട് ഫുൾ A+ വാങ്ങുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണ സ്റ്റുഡൻസിനേക്കാളും എക്സെപ്ഷണൽ ആവുക എന്നുള്ളിടത്താണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോഴേ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പൊസിഷൻ ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഹൈസ്കൂൾ മുതൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ ചെറിയ രീതിയിൽ ലൈറ്റ് ആയിക്കൊണ്ട് സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് വേണ്ട ഡ്രീമിലോട്ട് എത്തിച്ചേരാൻ വേണ്ട എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങളെ എല്ലാവരെയും, ഇതിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും നമ്മുടെ ഈ ഒരു XandY ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഇന്ത്യയിൽ നടക്കുന്ന പ്രീമിയർ എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനും ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഡ്രീമുകളിലോട്ട് എത്താനും വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു താഴെയുള്ള നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. സോ സീ യു ദേർ.